ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ പൈനാപ്പിൾ കൊണ്ട് നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറുന്നില്ലേ? അത്രയും ടേസ്റ്റുമാണ്, അത്രയും സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എന്താ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ പൈനാപ്പിളാണ്. അപ്പോൾ ഞാൻ എന്താ അതിവിടെ റെഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യമൊക്കെ നട്ട് വയ്ക്കാം കേട്ടോ. നടണമെന്നൊന്നുമില്ല, വെറുതെ നമ്മൾ പറമ്പിലിട്ടിരുന്നാലും അപ്പോൾ അതങ്ങ് പൊടിച്ച് റെഡിയായി വന്നോളും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പൈനാപ്പിൾ ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒന്ന് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞത് അതിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പൈനാപ്പിൾ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ അതവിടെ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ആ പാനിലേക്ക് ജസ്റ്റ് നമ്മളിതൊന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ഫുള്ളായിട്ടൊന്ന് നെയ്യ് കിട്ടണമല്ലോ. അപ്പോൾ അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലിടുക. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പൈനാപ്പിൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, മറിച്ചിട്ട് മറുഭാഗവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാകും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പൈനാപ്പിൾ വെച്ച് ഒരുപാട് റെസിപ്പീസ് ചെയ്യാറുണ്ടല്ലേ, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുമാണ്, അത്രയും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എരിവും പുളിവും ഉപ്പും ഒക്കെ കൂടെ ചേർന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. ഇതുപോലെ തന്നെ മുൻപോട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാ കണ്ടല്ലോ, അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ എന്താ ഒരു ബൗളിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയല്ലോ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. സാധാരണ പൈനാപ്പിൾ നമ്മൾ വെറുതെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികളൊന്നും കഴിക്കണമെന്നില്ല അല്ലേ, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നോക്കൂ. അവർ ഉറപ്പായിട്ടും കഴിച്ചോളും കേട്ടോ. കണ്ടോ, നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും ടേസ്റ്റുമാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.